നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം പരിശോധിക്കാൻ ഇടതുമുന്നണി ഇന്ന് രാവിലെ 11 മണിക്ക് LDF യോഗം ചേരുന്നുണ്ട്. അർജുൻ രാജ് ഉണ്ട് നമുക്കൊപ്പം തത്സമയം. അർജുൻ, ഇന്നലെ CPM-ന്റെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു, CPI-യുടെ നേതൃയോഗവും ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ചേർന്ന് ഇടതുമുന്നണി യോഗം ഇന്ന് നടക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം? വിവരങ്ങൾ എങ്ങനെ? സേതു, CPI പാർട്ടികളുടെ സംസ്ഥാന യോഗങ്ങളാണ് ഇന്നലെ നടന്നത്. അതിനുശേഷം ഇടതുമുന്നണി യോഗത്തിനും അധികം വൈകിപ്പിക്കുന്നില്ല. ഇന്ന് തന്നെ LDF യോഗം ചേരാൻ തീരുമാനിക്കുകയാണ്. LDF രാവിലെ 11 മണിക്ക് AK സെന്ററിൽ വെച്ചായിരിക്കും യോഗം. തെരഞ്ഞെടുപ്പ് തോൽവി എങ്ങനെ ഉണ്ടായി, എത്ര ആഴത്തിൽ ഉള്ള തോൽവിയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിൽ മറ്റ് പാർട്ടികളുടെ നിലപാടും വിമർശനങ്ങളും എന്താണ് എന്ന് അറിയാൻ തന്നെയാണ് ആകാംക്ഷ. ഇന്നലെ CPI-യുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ CPM-നെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനമുണ്ടായിരുന്നു. ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയന്റെ ശൈലിയോടുള്ള ജനങ്ങളുടെ വിരക്തി അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ CPI-ക്ക് ഉണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ സർക്കാരിന്റെ നിലപാടുകളോടും അത് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയോടും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് പാർട്ടികളുടെ നിലപാട് കൂടി അറിയണം. കേരള കോൺഗ്രസ് എം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒറ്റ സീറ്റ് പോലും ഇല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറി. RJDക്ക് ഒരു സീറ്റ് മാത്രം ഉള്ള സാഹചര്യം. അങ്ങനെ ഘടകകക്ഷികളടക്കം വലിയ കൂട്ടത്തോൽവി ഏറ്റെടുത്ത ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് LDF യോഗം എന്നുള്ളത് ശ്രദ്ധേയം. മുന്നണി എന്ന നിലയ്ക്ക് എങ്ങനെ തെറ്റുതിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിലായിരിക്കും ഇന്നത്തെ ഇടതുമുന്നണി യോഗം തീരുമാനമെടുക്കുക. അതിനോടൊപ്പം തന്നെ മറ്റു പാർട്ടികൾക്ക് പറയാനുള്ള വിമർശനങ്ങൾ കൂടി AK സെന്ററിൽ നിന്ന് ഉയരും. ശരി.